ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയസ് എന്ന സീരീസിന്റെ 36ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ 3-4 ദിവസം വീഡിയോ ഇടാൻ സാധിക്കാത്തതിൽ ക്ഷമാപണം നടത്തുന്നു. കുറച്ച് പരിപാടികൾ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. ഞാൻ ഉണ്ടാക്കിയ 2 ആപ്ലിക്കേഷൻസ് വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നേരത്തെ കാണാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് 2 ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ചുഴിയിലേക്ക് മാഹോങ് ജുൻ വീണു പോകുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അതിൽ നിന്നെല്ലാം പൊട്ടിത്തെറിച്ച് മാഹോങ് ജുൻ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോഴേക്കും തളർന്നു വീഴാൻ പോകുന്ന അവനെ ബായ്ച്ചിങ് ഓടി വന്ന് പിടിക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ മാഹോങ് ജുനിന് ഒരുപാട് സന്തോഷമാവുകയും നീ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയത്ത് അത് കേട്ടപ്പോൾ ബായ്ച്ചിങ്ങിന് ദേഷ്യമാണ് വന്നത്. അപ്പോഴേക്കും 2 ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സും പുറത്തു വന്നിരുന്നു. എന്നാൽ അവർ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ മാഹോങ് ജുൻ കൈ ഞൊടിക്കുകയാണ്. അതുമൂലം അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് തീ പടരുന്നു. ഉടനെ തന്നെ അവർ തളർന്നു വീഴുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. ടാങ്സാനും കൂട്ടുകാർക്കും അത് കണ്ട് ഒരുപാട് സന്തോഷമാകുന്നു. ശേഷം അവർക്ക് സമ്മാനം കിട്ടുന്നു. കാണികളാകട്ടെ ഇതേ സമയം അവരുടെ പേര് ആർത്ത് വിളിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ടാങ്സാനും കൂട്ടുകാരും വന്ന് മാഹോങ് ജുനിനെയും ബായ്ച്ചിങ്ങിനെയും ശരിക്കും അഭിനന്ദിക്കുന്നുണ്ട്. എന്തിന് ബാഹ്യ പോലും പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് അയാൾ ഒരു ഓഷ്യൻ സോൾ മാസ്റ്ററിനെ ലാൻഡ് സോൾ മാസ്റ്റർ തോൽപ്പിക്കുന്നത് കാണുന്നതെന്ന്. അപ്പോഴേക്കും പരിപാടി നടത്തുന്ന ആള് മാഹോങ് ജുനിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇവിടുത്തെ വൈദ്യന്മാരെ കൊണ്ടൊന്നും പരിക്കേറ്റ ഓഷ്യൻ സോൾ മാസ്റ്ററിനെ ഭേദമാക്കാൻ സാധിക്കുന്നില്ല. മാഹോങ് ജുൻ അപ്പോൾ അവരെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ കൂടെ വരാമെന്ന് പറയുന്നു. ശേഷം അവരുടെ കൂടെ പോയി ആ 2 ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സിനെയും ഹീൽ ചെയ്യുന്നു. അവര് റിക്കവർ ആയി കഴിയുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് മാഹോങ് ജുൻ അവരോട് സംസാരിക്കുന്നത്. അവരോട് ജയിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ ട്രിക്ക് പ്രയോഗിച്ചതെന്നാണ് മാഹോങ് ജുൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്. അവരും നല്ല റെസ്പെക്ടോടുകൂടി തന്നെയാണ് മാഹോങ് ജുനിനോട് സംസാരിക്കുന്നത്. ബാഹ്യയെ നോക്കുകയാണെങ്കിൽ ടാങ്സാനോടും മറ്റുള്ളവരോടും ചോദിക്കുകയാണ്, വേറെ എന്താണ് പരിപാടി? നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് സൗകര്യവും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. സർഫിങ്ങും ബോട്ടിങ്ങും അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ബാഹ്യ പറയുന്നുണ്ട്. അപ്പോ ടാങ്സാനും മറ്റുള്ളവരും ചോദിക്കുന്നത് ഹേഷ്യൻ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി അയാളുടെ ബോട്ടാണ്. അല്പം ഒന്ന് ആലോചിക്കുമെങ്കിലും ബോട്ട് അയാൾ കൊടുക്കാൻ തയ്യാറാകുന്നു. അതിനെ എമൗണ്ട് റോങ് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബാഹ്യ പറയുകയാണ്, ഹേഷ്യൻ ഐലൻഡ് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള സോൾ ബീസ്റ്റുകളും സോൾ മാസ്റ്റേഴ്സുകളും ഉള്ള സ്ഥലമാണത്. മുബായ് അപ്പോൾ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് പറയുന്നു. എന്നാൽ ബാഹ്യ പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. എനിക്ക് ഈ ഓഷ്യനൊക്കെ കാണാപ്പാടമാണ്. എവിടെയാണ് സോൾ ബീസ്റ്റുകൾ ഉള്ളത്, എവിടെയാണ് സോൾ ബീസ്റ്റുകൾ ഇല്ലാത്തതെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് എക്സ്ട്രാ പണം തരേണ്ടി വരും. ടാങ്സാൻ അപ്പോൾ അതിനും തയ്യാറാകുന്നു. പക്ഷേ അഡ്വാൻസ് ആയിട്ട് 10% മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. ബാഹ്യയാണെങ്കിൽ അതിന് തയ്യാറാവുകയും ചെയ്യുന്നു. ടാങ്സാൻ ആകട്ടെ അതിനുശേഷം ചോദിക്കുന്നത് കടലിന്റെ അടിയിൽ കൂടിയൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു സോൾ ടൂളിനെ പറ്റിയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ബാഹ്യയും ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഒരാളുടെ കയ്യിലുള്ളതായിട്ട് അയാൾക്ക് അറിയാമെന്ന് പറയുന്നു. ഇപ്പോൾ അയാൾ പുരാതന സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഈ സോൾ ടൂൾ ഉപയോഗിച്ച് ചെറുപ്പമായിരുന്ന സമയത്ത് സമുദ്രം മുഴുവനും അയാൾ ചുറ്റി സഞ്ചരിച്ച് കണ്ടതാണ്. പക്ഷേ അയാൾ അത് കൊടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒരുപാട് ആളുകൾ അത് ചോദിച്ചു ചെന്നതാണ്, വലിയ വില ഓഫർ ചെയ്തതാണ്. പക്ഷെ അപ്പോഴൊന്നും അയാൾ അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇനി അതിന് വല്ല പ്രശ്നമുണ്ടായിട്ടാണോ എന്നറിയില്ല. റോങ് അപ്പോൾ അത് കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഒന്ന് കാണാമെന്ന് പറയുന്നു. മാഹോങ് ജുനിനെയും ഓസ്കാറിനെയും റോങ്ങിനെയും കൂട്ടിയാണ് ടാങ്സൺ അങ്ങോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരോട് അവർക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്ത് കാത്തിരിക്കാനും പറയുന്നു. വൂവിന്റെ ഉത്തരവാദിത്തം മൊബായി ഏൽപ്പിക്കുന്നു. അതിനുശേഷം അവർ കടയിൽ എത്തിക്കഴിയുമ്പോൾ കടയുടമയായിട്ടുള്ള വ്യക്തി പുരാതനമായിട്ടുള്ള ഏതൊരു വസ്തുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒട്ടും സമയം കളയാതെ ടാങ്സാൻ തന്നെ കടലിന്റെ അടിയിലൂടെ സഞ്ചരിക്കാൻ പറ്റിയ സോൾ ടൂൾ അയാളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ നിങ്ങൾക്കത് എന്തിനാണ് എന്ന് അയാൾ ചോദിക്കുന്നു. അവർ ഹേഷ്യൻ ഐലൻഡിലേക്ക് ട്രെയിനിങ്ങിന് പോവുകയാണെന്നുള്ള കാര്യം പറയുന്നു. എന്നാൽ ലാൻഡ് സോൾ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള അവർ ഹേഷ്യൻ ഐലൻഡിലേക്ക് ട്രെയിനിങ്ങിന് പോവുകയാണെന്ന് കേട്ട് കഴിയുമ്പോൾ അയാൾക്ക് അത് കൊടുക്കാൻ ഒട്ടും താല്പര്യം തോന്നുന്നില്ല. സമയം വേസ്റ്റ് ആക്കാതെ അവരോട് അവിടുന്ന് പോകാൻ പറയുന്നു. എന്നാൽ മാഹോങ് ജുൻ അയാൾക്ക് കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയ സമ്മാനം കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ലാൻഡ് സോൾ മാസ്റ്റേഴ്സ് ആണെന്ന് കരുതി ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സിനെക്കാളും ഒട്ടും പുറകിലൊന്നുമല്ല. അത് കണ്ടു കഴിയുമ്പോൾ അയാൾ ഹേഷ്യൻ ഐലൻഡിലെ അപകടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ ടാങ്സാനും മാഹോങ് ജുനും ഒക്കെ പറയുന്നത് അവർക്ക് വേറെ നിവർത്തിയില്ല എന്നാണ്. മാർഷൽ സോൾ ഹാൾ ആണ് അവരുടെ ശത്രു എന്ന കാര്യവും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ആ കടക്കാരൻ അത് കൊടുക്കാൻ തയ്യാറാകുന്നു. കാണുമ്പോൾ അത് വെറും ഒരു ടോയ് പോലെയാണ്. പക്ഷെ അത് ശരിക്കും വലുതാകും. 15 പേർക്ക് സുഖമായിട്ട് അതിൽ പോകാം. ഇതുപയോഗിച്ച് വെള്ളത്തിന്റെ അടിയിലൂടെ മാത്രമല്ല മുകളിലൂടെയും നല്ല രീതിയിൽ പോകുവാൻ സാധിക്കും. റോങ് അപ്പോൾ അതിന് എത്രയാകും എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ കടക്കാരനാകട്ടെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും
ചോദ്യങ്ങൾക്കും അവർ ഓരോരുത്തരായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ അവർ ഒരുപാട് ധൈര്യമുള്ളവർ മാത്രമല്ല അറിവുള്ളവർ കൂടിയാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അയാൾ കടലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചതെന്നാണ് റോങ്കോങ് പറയുന്നത്. കടലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് അയാൾ ചോദിച്ചതും. അത് കൊടുക്കുന്ന സമയത്തും പ്രത്യേകം പറയുന്നുണ്ട് ദുഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കരുതെന്ന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കടലിന്റെ തന്നെ ശിക്ഷ കിട്ടും. അവസാനം അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നു. പക്ഷെ അയാൾ അവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ക്ഷമിക്കണം, ഇത്രയും നേരം ക്യാപ്റ്റൻ ഹെയ്നെ ഞാൻ ബായ് ഹേ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആരെങ്കിലും അത് ശ്രദ്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം. 2-3 ദിവസം വീഡിയോ ഇടാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പോൾ ഇനി മുതൽ ക്യാപ്റ്റൻ ഹേ എന്ന് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും ക്യാപ്റ്റൻ ഹേയുടെ കൂടെ ബോട്ടിൽ പോകുന്നതാണ്. അവർ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഡേഞ്ചറസ് ആയിട്ടുള്ള സോൾ ബീസ്റ്റുകളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്. ക്യാപ്റ്റൻ ഹേ അതിന് മറുപടിയായിട്ട് പറയുന്നത് നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അത് എവിടെയാണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ അതിന്റെ ടെറിട്ടറിയിലൊക്കെ പോവാതിരുന്നാൽ മതി എന്നൊക്കെയാണ്. മദ്യപിച്ച് കുഴഞ്ഞാടി അവരുടെ മേത്തേക്ക് വീഴാൻ പോകുന്നത് പോലെയാണ് ക്യാപ്റ്റൻ ഹേ സംസാരിക്കുന്നത്. വൂവിനെയും റോങ്ങിനെയും ഒക്കെ അതുകൊണ്ട് അവർ മാറ്റി നിർത്തുന്നു. ക്യാപ്റ്റൻ ഹേ തന്നെ പറഞ്ഞത് ഈ കടലിന്റെ മുഴുവൻ മാപ്പും അയാളുടെ മനസ്സിലുണ്ട് എന്നാണ്. അതുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സോൾ ബീസ്റ്റുകൾ ഉള്ള സ്ഥലം അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. എങ്കിലും പേടിക്കേണ്ട, അതൊക്കെ താൻ നോക്കിക്കോളാം എന്ന് അവസാനം ക്യാപ്റ്റൻ ഹേ പറയുന്നു. യാത്രയിലുടനീളം പലർക്കും ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. വൂവിന് ഛർദ്ദിക്കാൻ വരുന്നതായിട്ട് കാണുമ്പോൾ ക്യാപ്റ്റൻ ഹേ ടാങ്സാന്റെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു സാധനം കൊടുക്കുന്നു. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാകുമെന്നാണ് അയാൾ പറയുന്നത്. ടാങ്സാൻ ആകട്ടെ ഈ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഹേഷ്യൻ ഐലൻഡിൽ എത്തുമെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് എത്താവുന്ന തരത്തിലുള്ള റൂട്ടാണ് അയാൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ അതുവഴി പോവുകയാണെങ്കിൽ ഒരുപാട് സോൾ ബീസ്റ്റുകളെ നേരിടേണ്ടി വരും. എങ്കിലും അതൊക്കെ മാനേജ് ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് മാർഷൽ സോൾ ഹാളുമായിട്ട് വിധേയത്വം പുലർത്തിയ എല്ലാ ക്ലാനുകളും അവരുടെ ഉടമ്പടിയിലൊക്കെ ഒപ്പുവെക്കുന്നതാണ്. കൂടാതെ അടുത്ത 7 ക്ലാനുകളെ തെരഞ്ഞെടുക്കാൻ പോവുകയാണല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹുലീന അവരോട് പറയുന്നതായിട്ട് കാണിക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള 7 ക്ലാനുകളെ ആയിരിക്കും അതിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ആനസഖ്യവും ഒക്കെ അതിന്റെ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഈ തെരഞ്ഞെടുക്കുന്നതും മറ്റുമൊക്കെ പ്രഹസനം മാത്രമായിരിക്കും. മാർഷൽ സോൾ ഹാളിന് ഏറ്റവും ഉപകാരപ്പെട്ടവരെ മാത്രമായിരിക്കും അവർ അപ്പർ ക്ലാനിലേക്കൊക്കെ തെരഞ്ഞെടുക്കുക. മത്സരം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും മത്സരം നടക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അവർക്ക് പ്രിയപ്പെട്ട 7 ക്ലാനുകളോടാണ് ഹുലീന സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്ക് കൊടുത്തതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും നേതൃത്വമാകട്ടെ ആനസഖ്യത്തിന് കൊടുക്കുന്നു. മാർഷൽ സോൾ ഹാളിന്റെ വിജയത്തിന് വേണ്ടി ഹുലീന പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അവരെല്ലാവരും ജയ് വിളിച്ച് മാർഷൽ സോൾ ഹാളിനോട് വിധേയത്വം പുലർത്തുന്നു. പിന്നെ കാണിക്കുന്നത് ഹുലീനയെ വിളിച്ച് ബിബി ഡോങ് പ്രത്യേകം സംസാരിക്കുന്നതാണ്. ഡിവൈൻ ടെസ്റ്റിന് വേണ്ടി രാക്ഷസാരലത്തിലേക്ക് ബിബി ഡോങ് പ്രവേശിക്കാൻ പോവുകയാണ്. അതായത് ബിബി ഡോങ്ങും ഒരു തരത്തിൽ ഒരു ദൈവമാകാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിബി ഡോങ് ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഹുലീനക്കായിരിക്കും എല്ലാ ഉത്തരവാദിത്തങ്ങളും. ഹുലീന പറയുകയാണ്, അറിയാം, എല്ലാ ടെറിട്ടറികളെയും ആക്രമിക്കണം, അവിടെ നമ്മുടെ കൊടി സ്ഥാപിക്കണം. അതാണ് മാർഷൽ സോൾ ഹാള് എന്ന് രാജ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മുടെ അവസാനത്തെ പ്രിപ്പറേഷൻ. തിയാൻഡുവോ സാമ്രാജ്യവും ഷിങ്ലുവോ സാമ്രാജ്യവും പോലെ തന്നെ മാർഷൽ സോൾ ഹാളിന്റെ തന്നെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാനാണ് അവരുടെ ശ്രമം. ഈ 7 ക്ലാനുകളെ തെരഞ്ഞെടുത്തത് തന്നെ അതിനു വേണ്ടിയായിരുന്നു, അവരുടെ തന്നെ ഒരു ആർമി ഉണ്ടാക്കുന്നതിന് വേണ്ടി. പിന്നെ കാണിക്കുന്നത് ടാങ്സാനും മറ്റുള്ളവരും ബോട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ഭക്ഷണ വിഭവങ്ങൾ തന്നെയാണ് അവർക്ക് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻ ഹേ ആകട്ടെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. മാഹോൻജുൺ ആകട്ടെ അടിപൊളിയായിരിക്കുന്നു എന്ന് പറയുന്നു. ശേഷം അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് ക്യാപ്റ്റൻ ഹേയ്ക്കും ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾ അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അവരോട് കഴിച്ചോളാനാണ് പറയുന്നത്. അതിനുശേഷം അവർക്ക് തലവേദന വല്ലതും എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷൂക്കിംഗ് അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ക്യാപ്റ്റൻ ഹേ പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സോൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തലവേദനയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഓസ്കാർ അത് കേട്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വഭാവം അല്പം മാറിയതുപോലെ തോന്നുന്നു, എന്റെ തലവേദന എടുക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ഈ ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ടോ? ക്യാപ്റ്റൻ ഹേ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വലിയ തമാശക്കാരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് പോകുന്നു. ഓസ്കാർ ആകട്ടെ അപ്പോൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി തന്നതല്ലേ, അതുകൊണ്ട് നിങ്ങളെയും ഞങ്ങൾ ഫണ്ണിയാക്കാം. ക്യാപ്റ്റൻ ഹേയുടെ മകൻ പറയുകയാണ്, അത് വേണ്ട, ഞാനൊരു തമാശ പറയാം, ഇതായിരിക്കും നിങ്ങളുടെ അവസാനത്തെ ഭക്ഷണം. ഉടനെ തന്നെ ക്യാപ്റ്റൻ ഹേയുടെയും സ്വഭാവം മാറുന്നു. അവരെ ജീവനോടെ തന്നെ മാർഷൽ സോൾ ഹാളിനെ പിടിച്ചു കൊടുക്കണമെന്ന് ക്യാപ്റ്റൻ ഹേ പറയുന്നു. എല്ലാവരും ടാങ്സാനെയും മറ്റുള്ളവരെയും വളയുകയാണ്. ഷൂക്കിംഗ് അപ്പോൾ നിങ്ങൾ മാർഷൽ സോൾ ഹാളിൽ നിന്നുള്ളതാണോ എന്ന് ചോദിക്കുന്നു. ക്യാപ്റ്റൻ ഹേ പറയുകയാണ്, ഇപ്പോഴല്ല, പക്ഷേ ഉടനെ തന്നെ അവരുടെ കൂടെ ചേരും. ശേഷം നല്ലൊരു ഭാവിയായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇതുവഴി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ടാങ്സാൻ ഉടനെ തന്നെ അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടാൻ പോകുന്നില്ലല്ലോ. ഉടനെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ്. ക്യാപ്റ്റൻ ഹേയ്ക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ശേഷം
എങ്ങനെയാണ് അവർ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് എന്ന് പറയുകയാണ്. കുറച്ചു നാളായിട്ട് ടാങ്സാൻ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ടാങ്സാന് മനസ്സിലായി അവർ ഹേഷ്യൻ ഐലൻഡിലേക്കുള്ള ഡയറക്ഷനിലേക്കല്ല പൊക്കൊണ്ടിരിക്കുന്നത്, ആ സ്ഥലത്ത് തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൊബായിക്കും അപ്പോഴേ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ ബോട്ടിലുണ്ടായിരുന്നവർ അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ തന്നെ മാഹോങ്ജുൺ എടുത്തു ചാടി അവരെ ചോദ്യം ചെയ്യാൻ പോയതാണ്. എന്നാൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അവനെ തടഞ്ഞു. അവർക്ക് അധിക നേരം ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. അവർ ശരിക്കും അലേർട്ടായി. ബായിച്ചെങ് റെസ്റ്റ് എടുക്കുകയായിരുന്നെങ്കിലും ബായിച്ചെങ്ങിനോട് ഇക്കാര്യം പറയണമെന്ന് ടാങ്സാൻ ആവശ്യപ്പെട്ടു. ഭക്ഷണ വിഭവങ്ങളൊക്കെ ശരിക്കും ടെസ്റ്റ് ചെയ്യണമെന്ന്. ബായിച്ചെങ് അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഷൂക്കിങ് പറയുകയാണ്, അപ്പോ ഇങ്ങനെയാണ് നിങ്ങൾ ആളുകളെ കവർച്ച ചെയ്യുന്നത്. ഇപ്രാവശ്യം നിങ്ങൾ ഞങ്ങൾക്ക് മാർഷൽ സോൾഹാളുമായിട്ട് ശത്രുതയുണ്ടെന്നും മനസ്സിലാക്കി. അവർക്ക് ഞങ്ങളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്നും കരുതി. എന്നിട്ടും ക്യാപ്റ്റൻ ഹേ പറയുകയാണ്, നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ കടലിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജീവനോടെ പോകണമെങ്കിൽ എന്റെ സഹായം ആവശ്യമാണ്. ടാങ്സാൻ പറയുകയാണ്, എന്തായാലും നിങ്ങളും മാർഷൽ സോൾഹാളിൽ നിന്നുള്ളതല്ലേ, നിങ്ങളെയും ജീവനോട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കണ്ടു കഴിയുമ്പോൾ ദേഷ്യത്തോടെ ക്യാപ്റ്റൻ ഹേയുടെ മകൻ അവരെ ആക്രമിക്കാൻ വരുന്നു. അവർ ജസ്റ്റ് ഒന്ന് പ്രതിരോധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അയാൾ തെറിച്ച് കടലിലേക്ക് വീഴുന്നു. അത് കണ്ടു കഴിയുമ്പോൾ ക്യാപ്റ്റൻ ഹേയ്ക്ക് ഒരുപാട് വിഷമമാകുന്നു. ഉച്ചത്തിൽ അലമുറയിട്ട് അയാൾ കരയുന്നു. അതിനുശേഷം ടാങ്സാനോടും മറ്റുള്ളവരോടും പറയുകയാണ്, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഈ തൊഴിലിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്. ഈ ബോട്ട് പോലും എന്റേതല്ല, പർപ്പിൾ പേളിന്റേതാണ്. അവിടെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡിലാണ് പർപ്പിൾ പേൾ ഉള്ളത്. പർപ്പിൾ പേൾ എന്നത് ഒരു ഓർഗനൈസേഷൻ ഒക്കെ പോലെ തന്നെയാണ്. അവരുടെ ലീഡറിന്റെ പേരും പർപ്പിൾ പേൾ എന്ന് തന്നെയാണ്. മറ്റുള്ളവരെ കവർച്ച ചെയ്താണ് അവർ ജീവിക്കുന്നത്. പർപ്പിൾ പേളിന്റെ നേതാവിന്റെ ലെവല് 73 ആണ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഹേയും മറ്റുള്ളവരും ഒക്കെ പേടിച്ചാണ് അവരുടെ കീഴിൽ ജീവിക്കുന്നത്. ഇതൊക്കെ ക്യാപ്റ്റൻ ഹേ പറയുന്ന കാര്യങ്ങളാണ് എന്ന് ഓർക്കണം. അവർ കവർച്ച ചെയ്തെടുക്കുന്ന സാധനങ്ങൾ പോലും നിർബന്ധപൂർവ്വം പർപ്പിൾ പേളിന് കൊടുക്കേണ്ടി വരുമെന്നും ക്യാപ്റ്റൻ ഹേ പറയുന്നു. അപ്പോ അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് മുബായി ചോദിക്കുന്നു. ക്യാപ്റ്റൻ ഹേ പറയുകയാണ്, ഞങ്ങൾ ആരെയും കൊല്ലാറില്ല, കവർച്ച മാത്രമേ ചെയ്യാറുള്ളൂ. മാത്രമല്ല വലിയ വലിയ ആളുകളെ ഒന്നും ടാർഗറ്റ് ചെയ്യാറുമില്ല. അവസാനം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് സേഫ് ആയിട്ട് എത്തിക്കാമെന്നും അയാൾ പറയുന്നു. അവസാനം ടാങ്സാനും മറ്റുള്ളവരും അയാളെ വെറുതെ വിടുന്നു. പക്ഷേ ടാങ്സൻ അയാളുടെ സോൾ പവർ സീല് ചെയ്യുകയാണ്. ഇനിയും അയാൾ ഉപദ്രവം ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മരണത്തെക്കാൾ ശോചനീയമായിരിക്കും അയാളുടെ അവസ്ഥ. പേടിച്ച് അയാൾ അതിനൊക്കെ സമ്മതിക്കുന്നു. എന്നാൽ മാഹോങ്ജുൺ പറയുകയാണ്, അയാളെ വെറുതെ വിട്ടത് ശരിയായില്ല. മുബായും ടാങ്സാനും ഒക്കെ പറയുകയാണ്, നമുക്ക് ഈ കടലിനെ കുറിച്ച് ഒന്നും അറിയില്ല. അയാളുടെ സഹായമില്ലാതെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനാകില്ല. ഇങ്ങനെ ചെയ്തത് വഴി അയാൾ നമുക്കെതിരെ തിരിയില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇനി അഥവാ അയാൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോ നമുക്ക് നോക്കാം. അതിനുശേഷം അവർ കൂടുതൽ അലേർട്ട് ആകുന്നു. കുറച്ചു പേർ ഉറങ്ങുന്ന സമയത്ത് കുറച്ചു പേർ കാവലിരിക്കാൻ തീരുമാനിക്കുന്നു. ക്യാപ്റ്റൻ ഹെയ്നെ നോക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്തെ പ്രതികാരദാഹം നമുക്ക് ശരിക്കും കാണുവാൻ സാധിക്കും. സ്വന്തം മകനെയാണല്ലോ അവർ കൊന്നുകളഞ്ഞത്. അവരത് മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല, ടാങ്സാൻ രക്ഷിക്കാനും ശ്രമിച്ചതായിരുന്നു. പക്ഷേ അതായിരുന്നു അവന്റെ വിധി. ഇതേ സമയം സ്പിരിച്വൽ സീയിലുള്ള വൂവിനെ എർമിങ്ങിനെക്കാളും ഡാമിങ്ങിനെക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ ബീസ്റ്റിന്റെ സാന്നിധ്യം അവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അത് അവൾ ടാങ്സാനോട് പറയുകയും ചെയ്യുന്നു. ടാങ്സാൻ ആകട്ടെ ഉടനെ തന്നെ ക്യാപ്റ്റൻ ഹേയുടെ അടുത്ത് വന്ന് ഈ സ്ഥലം വളരെ ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അതും സീരിയസ് ആയിട്ട് ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത്. പേടിച്ച പോലെ അയാൾ പറയുകയാണ്, ഹേഷ്യൻ ഐലൻഡിലേക്ക് പെട്ടെന്ന് എത്താനുള്ള റൂട്ടാണിത്. ഇവിടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ ബീസ്റ്റ് ഉണ്ട്. മാജിക് വെയിൽ കിങ് ഓഫ് ദ ഡീപ് സീ എന്നാണ് അതിന്റെ പേര്. എളുപ്പത്തിന് വേണ്ടി നമുക്ക് മാജിക് വെയിൽ കിങ് എന്ന് വിളിക്കാം. ക്യാപ്റ്റൻ ഹേ തുടർന്ന് പറയുകയാണ്, ഓഷ്യൻ ഗോഡ് അതിനെ ആക്രമിച്ച സമയത്ത് അതിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതിന്റെ ഇടത്തെ കണ്ണ് ലൊക്കേറ്റ് ചെയ്യുന്ന സൈഡിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നാൽ ഉടനെ തന്നെ അയാൾ പറയുകയാണ്, പക്ഷെ നമ്മളിപ്പോ പോകുന്നത് വലത്തെ കണ്ണിലൂടെയാണ്. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ബട്ടൺ അമർത്തുന്നു. ഉടനെ തന്നെ ബോട്ടിന്റെ അടിയിൽ നിന്ന് വലിയൊരു ബോംബ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. അത് മാജിക് വെയിൽ കിങ്ങിനെ തന്നെ ലക്ഷ്യം വെച്ചായിരിക്കും പോവുക എന്ന് നമുക്കറിയാം. അതുമൂലം വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഭീമാകാരമായിട്ടുള്ള ആ ജീവിയുടെ കണ്ണ് തുറക്കുന്നതായിട്ടും കാണിക്കുന്നു. അതിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ക്യാപ്റ്റൻ ഹേ അത് ചെയ്തത്. ആ മാജിക്കൽ വെയിൽ കിങ്ങിന്റെ മുമ്പിൽ അവരുടെ ബോട്ട് പോലും ഉറുമ്പിന്റെ അത്രയുമേ ഉണ്ടാവുകയുള്ളൂ. ക്യാപ്റ്റൻ ഹേ ആകട്ടെ അതിനുശേഷം ഒരു പ്രാന്തനെ പോലെ ടാങ്സാനോട് സംസാരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. നിങ്ങൾ കാരണം നേരത്തെ വെള്ളത്തിലേക്ക് പോയത് എന്റെ മകനാണ്. ഞാനും മരിച്ചാലും കുഴപ്പമില്ല. നമ്മളെല്ലാവരും ഇവിടെ വെച്ച് തീരാൻ പോവുകയാണ്. എന്റെ പ്രതികാരം ഇതോടെ എനിക്ക് പൂർത്തിയാക്കാം. ടാങ്സാൻ ആകട്ടെ അയാളെ ദൂരേക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നു. എന്നിട്ടും അയാൾ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മകന്റെ അടുത്തേക്ക് എല്ലാവരെയും കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടാങ്സാൻ ആകട്ടെ അയാളോട് ദേഷ്യ
ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങളുടെ ആർത്തി കാരണമാണ് നിങ്ങളുടെ മകൻ മരിച്ചത്, അല്ലാതെ ഞങ്ങൾ കാരണമല്ല. ശേഷം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ നിൽക്കുകയായിരുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് വന്ന് ടാങ്സാൻ കാര്യം പറയുന്നു. ഉടനെ തന്നെ അവിടുന്ന് പറന്ന് രക്ഷപ്പെടാനാണ് അവർ പ്ലാൻ ചെയ്തത്. എന്നാൽ അപ്പോഴേക്കും മാജിക് വെയിൽ കിങ്ങിന്റെ ആക്രമണം മൂലം അവരുടെ ഷിപ്പും തകർന്നു പോയിരുന്നു. ഒരു വിധത്തിലാണ് അവരെല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിലെല്ലാവർക്കും പറക്കാനാകില്ലല്ലോ. ടാങ്സാനും മാഹോങ്ജുണിനും ബായ്ചെങ്ങിനും മാത്രമേ പറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരെ വെള്ളത്തിൽ വീഴാതെ പിടിച്ചു നിർത്തുന്നത് ഇവരാണ്. ക്യാപ്റ്റൻ ഹെയ്നെ നോക്കുകയാണെങ്കിൽ ഷിപ്പിന്റെ ഒരു ഭാഗം തെറിച്ചുപോയി അയാളുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി അവിടെ വെച്ച് തന്നെ മരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം അവർ ഓസ്കാറിന്റെ സോസേജിന്റെയും റോങ്ങിന്റെ ക്യൂബറാംബർ പഗോഡയുടെയും സഹായത്തോടെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരുന്നു. എന്നാൽ അപ്പോഴേക്കും മാജിക് വെയിൽ കിങ്ങിന്റെ ഒരു അറ്റാക്ക് അവർക്ക് കിട്ടി. പ്രത്യേക തരത്തിലുള്ള സോണിക് സൗണ്ട് പോലെയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അത്. അതുമൂലം അവരുടെ ബോധവും പോകുന്നു. എന്നാൽ സ്പിരിച്വൽ സീയിലുള്ള വൂവിന്റെ സഹായത്തോടെ ടാങ്സാൻ എഴുന്നേൽക്കുന്നു. അതിനുശേഷം ബ്ലൂ സിൽവർ പ്ലാന്റ് ഉപയോഗിച്ച് എല്ലാവരെയും ചുറ്റി വലിഞ്ഞ് രക്ഷിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ അവരും വെള്ളത്തിലേക്ക് വീണ് മരിക്കുമായിരുന്നു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു ഫോർമേഷൻ ഉണ്ടാക്കി മാജിക് വെയിൽ കിങ്ങിനെ ആക്രമിക്കുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. തെറിച്ചു പോകുന്ന ടാങ്സാൻ ചോര തുപ്പി പോകുന്നു. മൊബായും ഷൂക്കിങ്ങും അവരുടെ ഫ്യൂഷൻ സ്കില്ല് വഴി അറ്റാക്ക് ചെയ്തു നോക്കി, എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഡാമിങ്ങിനേക്കാളും എർമിങ്ങിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ ബീസ്റ്റ് ആണെങ്കിൽ അത് എത്രമാത്രം പവർഫുൾ ആയിരിക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് കാണുമ്പോൾ ടാങ്സാൻ മറ്റുള്ളവരോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു. നേരത്തെ അറ്റാക്ക് മൂലം മൊബായുടെയും ഷൂക്കിങ്ങിന്റെയും ബോധം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് ടാങ്സാൻ അവരോട് അവിടുന്ന് പോകാൻ പറഞ്ഞത്. വേറെ നിവൃത്തിയില്ലാതെ അവരതിന് തയ്യാറാകുന്നു. ടാങ്സാൻ ആകട്ടെ ഒറ്റയ്ക്ക് മാജിക് വെയിൽ കിങ്ങിനെ നേരിടുന്നു. ടാങ്സാന് മാജിക് വെയിൽ കിങ്ങിൽ നിന്ന് വലിയ അറ്റാക്ക് ഒന്നും കിട്ടിയില്ല. കാരണം സ്പൈഡറിന്റെ കാലുകൾ ഉപയോഗിച്ച് മാജിക്കൽ വെയിൽ കിങ്ങിന്റെ പുറത്ത് നിന്ന് അതിന്റെ എനർജി അവൻ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാജിക് വെയിൽ കിങ് കുതിറി മാറാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അതിന്റെ പുറത്ത് അള്ളി പിടിച്ചിരുന്നു കൊണ്ട് ഒരുപാട് സോൾ പവർ ആഗിരണം ചെയ്യുന്നു. മരിച്ചാലും കുഴപ്പമില്ല, കൂട്ടുകാർക്ക് സമയം ഉണ്ടാക്കി കൊടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവന്റെ എട്ടുകാലിയുടെ സോൾ ബോണുകൾ തന്നെ തകർന്നു പോകുന്നു. അതിനുശേഷം തെറിച്ചു പോകുന്ന സമയത്ത് മാജിക്കൽ വെയിൽ കിങ് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ബോധം പോയ അവൻ മാജിക് വെയിൽ കിങ്ങിന്റെ വായുടെ അകത്തേക്ക് തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത്. വൂവിന്റെ സോൾ റിംഗ് ഒക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും വൂവിന് പോലും അവനെ സഹായിക്കാൻ സാധിക്കുന്നില്ല. ടാങ്സാൻ അവളോട് അത് ചെയ്യരുത് എന്ന് പറയുന്നു. വൂവിനും അത് സാധിക്കുന്നില്ല. സ്പിരിച്വൽ സീയിൽ അവൾ വീണു പോകുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ നെറ്റിയിൽ നിന്ന് ട്രയാങ്കിൾ ഷീൽഡ് പുറത്തേക്ക് വരുന്നു. അതൊരു കവചം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ട്രയാങ്കിൾ ഷീൽഡ് ആകട്ടെ തെറിച്ച് ദൂരേക്ക് പോവുകയാണ്. അതുകൊണ്ട് മാജിക് വെയിൽ കിങ്ങിന്റെ വായുടെ അകത്തേക്ക് പോയില്ല. ഓഷ്യൻ ഗോഡ് പ്രത്യക്ഷപ്പെട്ട് മാജിക് വെയിൽ കിങ്ങിനോട് പറയുകയാണ്, 20,000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ പഠിപ്പിച്ച പാഠം നീ മറന്നു പോയോ? മാജിക് വെയിൽ കിങ്ങിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച പോയത് അന്നായിരുന്നു. നീണ്ട വർഷക്കാലത്ത് നിന്റെ കൾട്ടിവേഷന് ശേഷം നീ അടുത്ത ഘട്ടത്തിലേക്ക് പരിണമിക്കാൻ പോവുകയാണ്. അതിനർത്ഥം നിനക്ക് എന്നെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമെന്നല്ല. അത് കേട്ട് കഴിയുമ്പോൾ മാജിക് വെയിൽ കിങ് ആകട്ടെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു. മാജിക് വെയിൽ കിങ്ങിനും സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ശേഷം ടാങ്സാനോട് എന്ന പോലെ എന്റെ തിരഞ്ഞെടുപ്പ് തെറ്റായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നു. അതായത് ടാങ്സാൻ ഓഷ്യൻ ഗോഡിനെ നിരാശപ്പെടുത്തില്ല എന്ന് കരുതുന്നു എന്ന്. അതിനുശേഷം ഓഷ്യൻ ഗോഡിന്റെ തന്നെ ശക്തി ഉപയോഗിച്ച് ടാങ്സാനെ കരയിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇക്കാര്യം ഹൂലീനയെ ഷിയൂണും യാണും വന്ന് അറിയിക്കുമ്പോൾ ഹൂലീന പറയുന്നത് ടാങ്സാൻ അങ്ങനെ എളുപ്പത്തിൽ മരിക്കില്ല എന്നാണ്. യാണും ഷിയൂണും ഒക്കെ പറഞ്ഞത് അവൻ മീനുകൾക്ക് ഭക്ഷണമായിട്ടുണ്ടാകുമെന്നാണ്. ഷിപ്പ് തകർന്നതിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്. അതിനുശേഷം ഹുലീന പറയുന്നത് 7 ക്ലാനുകളെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് പിടിച്ചടക്കണം. ആദ്യമേ ഹാൻഹൈ ഓർഗനൈസേഷനും പർപ്പിൾ പേൾ ഓർഗനൈസേഷനും നമുക്ക് പിടിച്ചടക്കാം. ടാങ്സാനും കൂട്ടരും ഉള്ളതൊക്കെ ആ പരിസരത്ത് തന്നെയാണ്. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ അവൻ കടൽ തീരത്ത് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ആ നാട്ടിലെ തന്നെ ഫിസിഷ്യൻ ടാങ്സാനെ രക്ഷിക്കുന്നതാണ്. അവരുടെ നേതാവ് ഇതറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് ചികിത്സിക്കുന്നത്. അതിനുശേഷം അയാൾ മരുന്നുമായിട്ട് അകത്തേക്ക് കയറുമ്പോൾ ടാങ്സാനെ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് സൈഡിൽ നിന്ന് ടാങ്സാൻ അയാളുടെ കഴുത്തിൽ എന്തോ വെക്കുന്നു. പേടിച്ചു പോകുന്ന അയാൾ, ഞാൻ ശത്രുവല്ല, ഡോക്ടറാണ്, മരുന്നുമായിട്ട് വന്നതാണ്, വിശ്വാസമില്ലെങ്കിൽ ഞാൻ തന്നെ അത് ആദ്യം കുടിക്കാമെന്ന് പറയുന്നു. ടാങ്സാൻ അപ്പോൾ അത് പരിശോധിച്ചു നോക്കി മെഡിസിൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി കഴിക്കുന്നു. മരുന്ന് കുടിച്ചു കഴിയുമ്പോൾ അത് നല്ല മരുന്നാണെന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ടാങ്സാൻ അതിനുശേഷം തന്റെ സാധനങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു. അയാൾ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുകയാണ്, നിങ്ങളെ കിട്ടിയ സമയത്ത് നിങ്ങൾ മരിച്ചുപോയി എന്നാണ് ഞങ്ങൾ കരുതിയത്. മൊത്തമായിട്ട് നനഞ്ഞ
നനഞ്ഞതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി വെച്ചത്. ടാങ്സൺ അപ്പോൾ തന്നെ രക്ഷിച്ചതിനും എല്ലാത്തിനും ഒക്കെ നന്ദി പറയുന്നു. മാത്രമല്ല അവന്റെ പേരും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഡോക്ടറായിട്ടുള്ള ഈ വ്യക്തിയും അയാളുടെ പേര് പറയുന്നു. ജീഷിയാങ് എന്നായിരുന്നു അയാളുടെ പേര്. തന്റെ ജീവൻ രക്ഷിച്ചതിന് എന്തായാലും അയാളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ടാങ്സൺ പ്രത്യേകം പറയുന്നുണ്ട്. അതിനുശേഷം ആ വ്യക്തി പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളും ഒരു ഡോക്ടറാണ് എന്നാണ്. ഇത് പർപ്പിൾ പേൾ ഐലൻഡ് ആണ്. പുറത്തുള്ളവർക്കൊന്നും ഇവിടേക്ക് വരാനാകില്ല. നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് നടക്കണമെങ്കിൽ ഞങ്ങളുടെ ചീഫിനോട് നിങ്ങളും ഒരു ഡോക്ടറാണ് എന്ന് പറയാം. ടാങ്സൺ അപ്പോൾ ഇത് പർപ്പിൾ പേൾ ഐലൻഡ് ആണോ എന്ന് ചോദിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആപ്ലിക്കേഷനിൽ അടുത്ത വീഡിയോ നാളെ തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.